ദൃശ്യശ്രാവ്യ വിസ്മയമൊരുക്കി തൃശൂർ പൂരം. കൊടും ചൂടിനെ മറികടന്ന് പതിനായിരങ്ങളാണ് ഇത്തവണയും പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. മുണ്ടത്തിക്കോട് ദുരന്തമേൽപ്പിച്ച വേദനയ്ക്കിടെ കുടമാറ്റമടക്കം സമയം കുറച്ചാണ് ഇത്തവണ നടത്തിയത്. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും മത്സരിച്ചുള്ള കുടമാറ്റത്തെ ഹർഷാരവത്തോടെയാണ് പൂരപ്രേമികൾ വരവേറ്റത്. കാണാം. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ആർഭാടം കുറച്ച് ആചാരങ്ങളിൽ ഉറച്ച് പതിവ് പോലെ തന്നെ നടത്തിയ ഒരു പൂരം, അങ്ങനെ വേണം പറയാൻ. പ്രൗഢിയോടെ തന്നെ ഈ വർഷത്തെ പൂരവും നടന്നോ? കൊടും ചൂടിനെ അവഗണിച്ചും പതിനായിരങ്ങളാണ് പൂരനഗരിയിലേക്ക് എത്തിയത്. രാവിലെ മുതൽ തന്നെ തെക്കിൻകാട് മൈതാനവും സ്വരാജ് റൗണ്ടും ഒക്കെ തന്നെ പൂരപ്രേമികളാൽ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്തവണ വെടിക്കെട്ട് ദുരന്തമുള്ളത് കൊണ്ട് തന്നെ ആഘോഷങ്ങൾ വെട്ടിക്കുറച്ചിരുന്നു. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. കുടമാറ്റത്തിൻ്റെ സമയം 15 മിനിറ്റാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പൂരത്തിൻ്റെ ആവേശത്തെ ബാധിച്ചിട്ടില്ല. രാവിലെ മുതൽ തന്നെ സ്വരാജ് റൗണ്ടിലേക്കും തെക്കിൻകാട് മൈതാനത്തേക്കും ആയിരങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഘടകപൂരങ്ങളുടെ വരവോടുകൂടിയാണ് പൂരത്തിന് തുടക്കമായത്. അതിനുശേഷം മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഉണ്ടായിരുന്നു, ഇലഞ്ഞിത്തറ മേളമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2:30 നടന്ന ഇലഞ്ഞിത്തറ മേളത്തിൽ ഏതാണ്ട് 300ഓളം വാദ്യ കലാകാരന്മാരാണ് അണിനിരുന്നത്. അത് കാണാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ ക്ഷേത്രസന്നിധിയിൽ ഒത്തുകൂടുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് കുടമാറ്റമായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന കുടമാറ്റമാണെങ്കിൽ പോലും ആവേശം ഒട്ടും കുറച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പൂരപ്രേമികൾ തെക്കിൻകാട് മൈതാനത്ത്, അതോടൊപ്പം തന്നെ തെക്കേ ഗോപുര നടയിലൊക്കെ തന്നെ നിറഞ്ഞു കവിയുന്ന സാഹചര്യമായിരുന്നു. നാളെ ഇനി പകൽപൂരമാണ്. നാളെ തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടിയാണ് പൂരത്തിന് ഔദ്യോഗികമായ സമാപനം ഉണ്ടാകുന്നത്. അങ്ങനെ വീണ്ടും ഒരു പൂരക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും ഇനി. അർജുൻ മട്ടന്നൂരാണ് പൂരനഗരിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.